സമാധാനവും ശാന്തിയും നന്മയും ഉണ്ടാക്കാൻ പറ്റുന്ന നിയമസംഹിത. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം മാനവരാശിക്ക്. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ കരുണാമയൻ അളവറ്റ ദയാവരൻ കൊടുത്ത മഹാനുഗ്രഹം മനുഷ്യനെ സംസ്കരിക്കുന്ന നന്മയിലേക്ക് പ്രചോദനവും പ്രേരണയും നൽകുന്ന സത്യത്തിന്റെ സന്ദേശമാണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. അല്ലാഹു ധാരാളക്കണക്കിന് മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറയുന്ന മനോഹരമായ ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. സ്വർഗത്തിലും ദുനിയാവിലൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനുഷ്യരെ ജിന്നുകളെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്, തള്ളിക്കളയുന്നത്? ഇത് ചോദിക്കുന്ന എപ്പോഴാണ്? നിങ്ങൾ ഇഹലോകത്തും പരലോകത്തും മനുഷ്യന് ചെയ്തു കൊടുത്ത ഓരോ അനുഗ്രഹങ്ങളെയും എണ്ണി എണ്ണി പറഞ്ഞിട്ടാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ സൂറത്തിൽ എണ്ണിപ്പറഞ്ഞ അനുഗ്രഹങ്ങളിൽ ആദ്യം എണ്ണിയത് ഏതാണ്? ആ സൂറത്തിന്റെ പേര് തന്നെ പരമകാരുണ്യകൻ റഹ്മാനാണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ പരമകാരുണ്യകൻ, അല്ലമൽ ഖുർആൻ അവൻ ഖുർആനിനെ പഠിപ്പിച്ചിരിക്കുന്നു, ഖുർആനിനെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, 114 അധ്യായങ്ങളിൽ 6000 ചില്ലാനം വചനങ്ങൾ. ഏത് കൊലപാതകിയുടെയും ഹൃദയങ്ങളെ നന്മയാക്കി മാറ്റാൻ പറ്റുന്ന വിശുദ്ധമായ വചനങ്ങൾ. ഏത് അധർമ്മകാരുടെയും ഹൃദയങ്ങളിൽ നന്മ നട്ടുവളർത്താൻ പറ്റുന്ന സതുപദേശങ്ങളുടെ ഗ്രന്ഥം. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുക്കും മൗഇലത്തും മിൻ റബ്ബിക്കും. ജനങ്ങളെ, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു, നിങ്ങളുടെ ഉസ്താദിന്റെ സതുപദേശങ്ങൾ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഹൃദയങ്ങൾക്കുള്ള ശാന്തി, സമാധാനം, മരുന്ന്, ഔഷധം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ ഖുർആൻ അത് മനുഷ്യന് ചെയ്തു കൊടുത്ത ഒന്നാമത്തെ അനുഗ്രഹമാണ്. അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അവൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. വഅല്ലമഹുൽ ബയാൻ, ബയാനിനെ പഠിപ്പിച്ചു. എന്താ ബയാൻ? സഹോദരങ്ങൾ, ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആശയങ്ങൾ വരുന്നില്ലേ? നമുക്ക് വിജ്ഞാനങ്ങൾ ലഭിക്കുന്നില്ലേ? ഈ കൈമാറ്റം എനിക്കും നിങ്ങൾക്കുമേ പറ്റൂ. ഈ ലോകത്തിലെ മറ്റൊരു ജീവജാലങ്ങൾക്കും മൃഗങ്ങൾക്കും സാധിക്കാത്ത ഒന്നാണ് ഈ കൈമാറ്റം. ആശയങ്ങൾ കൈമാറുന്നുണ്ടാകാം, വിവരങ്ങൾ കൈമാറുന്നുണ്ടാകാം, പക്ഷെ ഒരാളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന വിജ്ഞാനങ്ങളെ കൈമാറുവാൻ ആർക്കേ പറ്റുള്ളൂ? മനുഷ്യൻ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ്. ഖുർആനിലൂടെ ലോകത്തെ മാനവരാശിക്ക് അള്ളാഹു തലമുറകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആശയ കൈമാറ്റം, നന്മയുടെ വിതരണം, അത് അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആസ്വദിക്കൂ, അനുഭവിക്കൂ. എന്തിനെ? നമുക്ക് തന്ന മക്കളെ ആസ്വദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നു, നമ്മുടെ കുടുംബത്തെ ആസ്വദിക്കുന്നു. നമ്മൾക്ക് കിട്ടാവുന്ന നല്ല നല്ല ഭക്ഷണങ്ങൾ വാങ്ങി, എന്ത് വില കൊടുത്തും വാങ്ങി നാം ഭക്ഷിക്കുന്നു. ഭൂമിയിൽ എവിടെയെല്ലാം നമുക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു. എന്നാൽ മരണത്തിനിപ്പുറത്ത് നമ്മൾ ആസ്വദിക്കേണ്ട, അനുഭവിക്കേണ്ട, മരണത്തിനപ്പുറത്തേക്ക് അനുഭവങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. അതേതാരെങ്കിലും ഖുർആൻ. ഖുർആനിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനങ്ങളും വിവരങ്ങളും മനുഷ്യന് നൽകുന്ന ആസ്വാദനവും സന്തോഷവും വിശദീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ബിഫളില്ലാ, അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഖുർആൻ. വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യമാണ് ഖുർആൻ. ഫബിദാലിക ഫൽയഫ്റഹു, ആ ഖുർആനിനാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും അവർക്ക് ഉത്തമമാണത്. സഹോദരങ്ങളെ, ഇത്രയും വലിയ സന്തോഷവും ആഹ്ലാദവും നൽകുന്ന ഒരു ഖുർആൻ ആസ്വദിക്കുക, അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാഴ്ചപ്പാടാണത്, ഒരു കാഴ്ചപ്പാടാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്തും ഏതൊരു പ്രവൃത്തിക്ക് പിന്നിലും മനുഷ്യൻ ആലോചിക്കുന്നതും അന്വേഷിക്കുന്നതും ഒരു സമാധാന ജീവിതമാണ്. നമ്മളെ നാട്ടിലിട്ട് നമുക്ക് ജീവിത സൗകര്യങ്ങളും വിഭവങ്ങളും നൽകാൻ വേണ്ടി കടലിനപ്പുറത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറയാനുള്ള ഉത്തരം എന്താണെന്നറിയൂ? സ്വന്തം ഭാര്യയോടൊപ്പം ഉറങ്ങാൻ കഴിയാതെ സ്വന്തം മക്കളുടെ ശബ്ദം ഫോണിൽ കേട്ട്
ആ മക്കളുടെ മുഖം കാണാനും സംസാരിക്കുവാനും വാത്സല്യത്തോടെ എടുത്ത് ഉമ്മ വെക്കാനും ഭാഗ്യമില്ലാത്തവന്റെ മനസ്സിൽ എന്താണ്? തിരിച്ചു വന്നൊരു സമാധാന ജീവിതം, നാട്ടിൽ തിരിച്ചെത്തിയ ഒരു സമാധാന ജീവിതം. അതല്ലേ സഹോദരങ്ങളെ ആഗ്രഹിക്കുന്നത്? ആളുകൾ തിങ്ങി നിറഞ്ഞ ബസ്സിനുള്ളിലൂടെ കമ്പിയിൽ പിടിച്ച് ഇളകി ആടി ആളുകളുടെ കാലിൽ ചവിട്ടി, ആളുകളിൽ നിന്ന് ചവിട്ടേറ്റ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്തുകൊണ്ട് ഒരു ബസ് ജീവനക്കാരായി ജീവിക്കുന്ന ഒരു കണ്ടക്ടറുടെ മനസ്സിൽ എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം ഇതുമായി വീട്ടിലെത്തുമ്പോൾ ഒരു സമാധാനകരമായ ജീവിതം. ഏത് അധ്വാനത്തിന് പിന്നിലും ഏത് പ്രവർത്തനത്തിനും പിന്നിൽ അതാണ് സഹോദരങ്ങൾ, സമാധാനകരമായിട്ടൊന്ന് ജീവിക്കണം എന്നാ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇവിടെ നമ്മുടെ സമാധാനം, മനസ്സുകൾക്ക് ഹൃദയത്തിന് ശാന്തി പകരുന്ന എന്താ ഉള്ളത്? എന്താണുള്ളത് സഹോദരങ്ങള്? 3 ചില്ലാനം രൂപ കൊടുത്ത് രാവിലെ വാങ്ങുന്ന പത്രം ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഏതെങ്കിലും ഒരു ഹെഡിങ് മനസ്സിന് സമാധാനം നൽകുന്നതായിട്ടുണ്ടോ? 21ാമത്തെ വയസ്സിൽ നാഷണൽ ഹൈവേയിൽ ശരീരഭാഗങ്ങൾ ശിഥിലമായി കിടക്കുന്നതിനിടയിൽ ഒരു മോട്ടോർ സൈക്കിളും കിടക്കുന്ന രംഗം പത്രത്തിൽ കണ്ട് ആ യുവാവിന്റെ മരണവാർത്ത വായിച്ചാൽ നമുക്ക് എന്തു സമാധാനമാണ് ലഭിക്കുന്നത്? ഇന്ത്യയിലെന്ന ലോകത്തെവിടെയെങ്കിലും വീഴുന്ന പൊട്ടിത്തെറിക്കുന്ന ബോംബുകളെയും വെടിയുതിർത്തുന്ന തോക്കുകളെയും കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ എന്തു സമാധാനമാണ് സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്നത്? എന്തു ശാന്തിയാണ് നമുക്ക് ലഭിക്കുന്നത്? വിവാഹ തട്ടിപ്പ് നടത്തിയ വിവാഹ വീരനെ കുറിച്ച് വായിക്കുമ്പോൾ എന്തു ശാന്തിയുടെ സന്ദേശമാണ് ആ വാർത്ത നമുക്ക് നൽകുന്നത്? അഴിമതിയും അതേപോലെ തന്നെ അധർമ്മവും അനീതിയും ചെയ്യുന്ന നേതാക്കളെ കുറിച്ചും മഹാന്മാരെ കുറിച്ചുമുള്ള വാർത്തകൾ എന്തു സമാധാനമാണ് നമുക്ക് നൽകുന്നത്? ഉള്ള നിർഭയത്വത്തെയും ഉള്ള സുരക്ഷിതത്വത്തിന്റെ വിചാരങ്ങളെയും നമ്മൾ ആശങ്ക സൃഷ്ടിക്കുക മാത്രം ചെയ്യുന്നു, ഒന്നും സമാധാനം നൽകുന്നില്ല. രാവിലെ പത്രത്തിൽ നിന്ന് വായിക്കുന്ന വാർത്തകൾ, കണ്ണു കാണുന്ന കാത് കേൾക്കുന്ന വാർത്തകൾ. ഒന്ന് വിശ്രമിക്കാൻ പുറത്തിറങ്ങിയാൽ നമ്മുടെ സഹപാഠികളോ സുഹൃത്തുക്കളോ കൂടെ ജോലി ചെയ്യുന്നവരോ പറയുന്ന വർത്തമാനങ്ങളിൽ സമാധാനത്തിന്റെ എന്തെങ്കിലും ആശയങ്ങളുണ്ടോ? ഒന്നുമില്ല സഹോദരങ്ങളെ. എന്നാൽ സമാധാനത്തിന്റെ മാത്രം വർത്തമാനം, സമാധാനവും ശാന്തിയും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന വർത്തമാനമാണ് ഖുർആനിന്റെ വർത്തമാനം. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ലക്ഷ്യമില്ലാത്ത ഈ പോക്ക് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നവർ? ലോകത്തിനുള്ള ഉത്ബോധനമാണ്, സന്ദേശമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ. അതിലുണ്ടത്. എങ്ങനെ അത് കിട്ടും? നമുക്ക് പരിശോധിച്ചൊക്കെ പഠിച്ചു നോക്കാം സഹോദരങ്ങളെ. ഏറ്റവും ഒന്നാമത് വിശുദ്ധ ഖുർആൻ നമുക്ക് കിട്ടുന്ന സമാധാനത്തിന്റെ ജീവിത സന്ദേശം എന്താന്ന് ചോദിച്ചാൽ, ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അപൂർണതകൾ, പൂർണ്ണതയില്ലാത്ത, എങ്ങനെ പരിഹരിക്കാൻ ശ്രമിച്ചാലും പരിഹരിച്ചു പോകാൻ പറ്റാത്ത ഈ ജീവിതമാണ് ജീവിതമെന്ന് മനസ്സിലാക്കുന്നവന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ സഹോദരങ്ങളെ, അംഗവൈകല്യത്തോടെ ജനിച്ചു, മരണം വരെ ആ അംഗവൈകല്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു. മാറ്റിയെടുക്കാൻ പറ്റുമോ? മാറ്റിയെടുക്കാൻ പറ്റൂല. അപ്പൊ അതാണ് ജീവിതം, ഇതിനപ്പുറത്ത് മറ്റൊന്നില്ലെന്ന് പറഞ്ഞാൽ ഈ മനസ്സിന്റെ പ്രയാസത്തെ, പ്രതിസന്ധിയെ എങ്ങനെ മാറ്റിവെക്കാൻ പറ്റും? മറ്റുള്ളവരുടെ കൈകളിൽ തൂങ്ങിപ്പിടിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് 20, 30, 40 കൊല്ലം വൈവാഹിക ജീവിതം നയിച്ചിട്ടും ഒരു കുഞ്ഞിക്കാലു കാണാൻ പറ്റാത്ത അപൂർണമായ കുടുംബജീവിതത്തിലെ നാഥനും കുടുംബനാഥയ്ക്കും സഹോദരങ്ങളെ മനസ്സിൽ ഇതാണ് ജീവിതത്തിന്റെ പൂർണ്ണതയെങ്കിൽ, മരണത്തിനിപ്പുറത്തോടെ തീരുന്നു ജീവിതമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാനാകുമോ സഹോദരങ്ങളെ? 60-70 കൊല്ലം ഒരു പാർട്ടിക്ക് വേണ്ടി രാപ്പകലുകൾ ജീവാർപ്പണം ചെയ്ത മനുഷ്യനെ ഒരു മീറ്റിംഗിൽ വെച്ചുകൊണ്ട് പിറ്റേന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു പാർട്ടിയിലെ പ്രാഥമിക